രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും പ്രതീക്ഷകളും നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷാ സംവിധാനം കേവലം ഒരു തട്ടിപ്പ് പ്രഹസനമായി മാറിയതിൻ്റെയും അത് വരുത്തിവെച്ച കനത്ത ദുരന്തങ്ങളുടെയും ഞെട്ടിക്കുന്ന വാർത്ത. ആ വാർത്തയാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധാഗ്നി പടർത്തി ലക്ഷക്കണക്കിന് യുവാക്കളെ തെരുവിലെത്തിച്ചത്. രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ NTA-യും അവരുടെ ചോദ്യപേപ്പർ സുരക്ഷയും സമ്പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ജീവനൊടുക്കേണ്ടി വന്നത് 93ഓളം പാവം വിദ്യാർത്ഥികൾക്ക്. 2026 മെയ് 3 നടന്ന നീറ്റ് പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ചോദ്യപേപ്പറുകൾ വൻതോതിൽ ചോർന്നിരുന്നു. പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപ് തന്നെ 410 ചോദ്യങ്ങളടങ്ങിയ ഒരു ഗസ്റ്റ് പേപ്പർ വിദ്യാർത്ഥികൾക്കിടയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിച്ചു. തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥ ചോദ്യപേപ്പറുമായി ഈ ഗസ്റ്റ് പേപ്പറിന് 100% സമാനതയുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. പൂനെയിലെ ബയോളജി ലെക്ചറർ മനീഷ ഗുരുനാഥ് മന്ധാരെ, കെമിസ്ട്രി പ്രൊഫസർ PV കുൽക്കർണി തുടങ്ങിയ NTA നിയോഗിച്ച സബ്ജക്ട് എക്സ്പേർട്ടുകൾ തന്നെയാണ് സ്വന്തം വീടുകളിൽ രഹസ്യ കോച്ചിംഗ് ക്ലാസുകൾ നടത്തി ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന് CBI കണ്ടെത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 12-ന് 2026-ലെ നീറ്റ് UG പരീക്ഷ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും റദ്ദാക്കുകയും ജൂൺ 21-ന് പുനഃപരീക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ക്രമക്കേടുകൾ മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുനഃപരീക്ഷയിൽ നിന്നും വിട്ടുനിന്നത്. ആദ്യ പരീക്ഷയിൽ 22.05 ലക്ഷം പേർ പങ്കെടുത്ത സ്ഥാനത്ത് പുനഃപരീക്ഷയ്ക്കെത്തിയത് 19.99 ലക്ഷം പേർ മാത്രം. അതായത് ഏകദേശം 2.79 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ മാറി നിന്നു. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ റദ്ദാക്കലും വരുത്തിവെച്ച കടുത്ത മാനസിക ആഘാതത്തിൽ 2026-ൽ മാത്രം ഇതുവരെ 14 കുരുന്നുകളാണ് സ്വന്തം ജീവനൊടുക്കിയത്. ഇതിൽ പരീക്ഷ റദ്ദാക്കിയ മെയ് 12-ന് ശേഷം മാത്രം 5ഓളം കുട്ടികൾ മരിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നീറ്റുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളിൽ കനത്ത വർധനമാണ് രേഖപ്പെടുത്തുന്നത്. 2021-ൽ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് 2022-ൽ 9-ഉം 2023-ൽ 14-ഉം 2024-ൽ 19-ഉം 2025-ൽ റെക്കോർഡ് സംഖ്യയായി 32 കേസുകളാണ് ഉയർന്നത്. അതിൽ 5-1 മരണങ്ങളും, അതായത് 19.8%, ബീഹാറിൽ നിന്നുള്ള കുട്ടികളുടേതാണ്. ഈ സമ്പൂർണ്ണ സിസ്റ്റം തോൽവിക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിലും പാർലമെന്റിലേക്കും വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും നടത്തിയ സമരത്തെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചതും വലിയ വിവാദമായി. പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് അല്ലാതെ ഗുണ്ടകളെ സിവിൽ വസ്ത്രത്തിൽ ലാത്തികളുമായി ഇറക്കിയെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. സാധാരണ വേഷത്തിലെത്തിയവർ പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഡൽഹി പോലീസിന് മറുപടിയില്ലാത്ത അവസ്ഥയിലെത്തി. കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകൾ ഈ അതിക്രമത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. പ്രതിഷേധം രൂക്ഷമായതോടെ ഇനി മുതൽ സമരസ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്കെത്തുന്ന മുഴുവൻ പോലീസുകാരും നിർബന്ധമായി യൂണിഫോമിൽ തന്നെ ഹാജരാകണമെന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തു നിന്നും അടിയന്തര ഉത്തരവിറക്കാൻ നിർബന്ധിതരായി. അതേസമയം രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വൻ ജനകീയ പ്രക്ഷോഭത്തിന് പിന്നിൽ രഹസ്യ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചാണ് BJP ഈ സമരത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. സമരത്തിന് ആളെ കൂട്ടാൻ നിർമ്മിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും പ്രചരിക്കുന്ന സന്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു BJPയുടെ വിമർശനം. സമരം ശക്തമാക്കാൻ ആരെങ്കിലും ബലി കൊടുക്കണമെന്നും അതിലൂടെ സർക്കാരിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്നുമുള്ള സന്ദേശങ്ങൾ ഇവർ പുറത്തുവിട്ടു. പ്രക്ഷോഭകർ പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തെന്നാരോപിച്ച് കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിൽ രാജ്യവ്യാപകമായി BJPയും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. എന്നാൽ ചോദ്യപേപ്പർ വിറ്റ് പണം കൊയ്യുന്ന മാഫിയകളെ സംരക്ഷിക്കുകയും പകരം പാവപ്പെട്ട കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുകയും ചെയ്യുന്ന NTA-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും സമ്പൂർണ്ണ പരാജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്.